മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ധനസഹായം ലഭിക്കില്ലെന്ന സൂചന നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് മിച്ചമുണ്ടെന്ന് കേന്ദ്രം പാർലമെന്റിൽ ആവർത്തിച്ചു. ഇതിനിടെ 2221 കോടി രൂപയുടെ പാക്കേജ് വേണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ എംപിമാർ അമിത്ഷായ്ക്ക് നിവേദനം നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിൽ കണ്ടാണ് കേരള എംപിമാർ ഒപ്പിട്ട നിവേദനം കൈമാറിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും 2221 കോടിയുടെ പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യമുയർത്തിയായിരുന്നു നിവേദനം. ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എംപിമാരെ യോഗം വിളിച്ച് രാഷ്ട്രീയ ഭേദമന്യേ വിഷയം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഇടത് വലത് എംപിമാർ അമിത്ഷായെ കണ്ടത്. കേന്ദ്ര സമിതിയുടെ റിപ്പോർട്ടും വിവിധ വകുപ്പുകളുടെ അഭിപ്രായങ്ങളും തേടിയ ശേഷം നിലപാട് അറിയിക്കാമെന്ന മറുപടിയാണ് അമിത്ഷായിൽ നിന്നുണ്ടായത്. രാജ്യത്തെ തന്നെ നടുക്കിയൊരു ദുരന്തത്തിൽ ഇരകൾക്ക് വേണ്ടി എംപിമാരുടെ ഒരു സംഘത്തിന് ഇത്രയും മാസങ്ങൾക്ക് ശേഷം വീണ്ടും കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിയെയും എല്ലാം വീണ്ടും സമീപിക്കേണ്ടി വരുന്നു എന്നുള്ളത് കേരളത്തോട് കേന്ദ്രം പുലർത്തുന്ന അങ്ങേയറ്റത്തെ അവഗണനയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ദുരന്തങ്ങളുണ്ടായതിന് മുൻപ് കൊടുത്ത സ്ഥലങ്ങളുണ്ട്, കേന്ദ്ര സഹായം എത്തിയ സ്ഥലങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ വയനാട് പോലെ ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ മുമ്പിൽ പോലും കേന്ദ്രം കടുത്ത വിവേചനം കേരളത്തോട് കാണിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അതിനിടെ വയനാടിന് കേന്ദ്ര സഹായം നൽകില്ലെന്ന വ്യക്തമായ സൂചന രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ആവർത്തിച്ചു. ഗുരുതര വിഭാഗത്തിൽപ്പെടുത്തി 153 കോടി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് അനുവദിച്ചുവെന്നായിരുന്നു രഞ്ജിത്ത് സുർജേവാല എംപിയുടെ ചോദ്യത്തിന് മറുപടി നൽകിയത്. SDR ഫണ്ടിൽ തുക ബാക്കിയുള്ളതിനാൽ ഈ പണം ലഭിക്കില്ലെന്നും കേന്ദ്രം അറിയിച്ചു. ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ സത്യവാങ്മൂലം പാർലമെന്റിലും ആവർത്തിച്ചതോടെ വയനാടിന് പ്രത്യേക പാക്കേജ് പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്രം. കൈരളി ന്യൂസ്, ദില്ലി.